ശ്രീ തോമസ് ഉണ്ണിയാടൻ, അങ്ങേക്ക് 5 മിനിറ്റ്. സാറ്, ഞാൻ ഈ ബജറ്റിനെ അനുകൂലിക്കുന്നു. സാമ്പത്തികമായി തകർന്നടിഞ്ഞ തറവാട്ടിലെ പ്രായപൂർത്തിയായ മകളെ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചയച്ച് അവർ സംതൃപ്തിയോടെ ജീവിക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ ഏറെ സന്തോഷിക്കുകയാണ് സാർ. ഇവിടെ തറവാട് കേരളം കഴിഞ്ഞ 10 വർഷത്തെ കേരളമാണ് സാർ. മാതാപിതാക്കൾ ആ കേരളത്തിലെ ജനങ്ങൾ, മകൾ ഭരണം, വരൻ ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. സാർ, സമാധാനത്തോടെ ഈ കുടുംബം മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അയൽവക്കത്തുകാരോട് പറയാനുള്ളത്, അസൂയ കൊണ്ടോ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കരുത്. അവിടെ ഭംഗിയായി മുന്നോട്ട് ജീവിച്ചു പോകട്ടെ. ഇവിടെ കഴിഞ്ഞ ദശവർഷ കാലഘട്ടം കൊണ്ട് സാമ്പത്തികമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ, ആ ഗവൺമെൻറ് വരുത്തിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും വളരെ വലിയ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റിനെയാണ് സാർ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. സാർ, ഈ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്ന ഒട്ടനവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സാർ, ഏവിയേഷൻ ഹബ്ബ്, കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ പദ്ധതി, അതുപോലെ തന്നെ സാർ യുവാക്കൾക്കുള്ള നോളജ് വാലി, ഭൂപരിഷ്കരണം, പൊതുവിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും യുവജനങ്ങൾക്ക് പുത്തനുണ്ടാക്കുന്ന നയപ്രഖ്യാപനങ്ങൾ, സാർ, ലോകോത്തര ഫുട്ബോൾ സ്റ്റേഡിയം, റബ്ബറിന് 250 രൂപ താങ്ങുവില തുടങ്ങി സർവ്വതല സ്പർശിയായ ബഡ്ജറ്റ്. സാർ, ഇന്ദിരാ ഗ്യാരണ്ടി ഓരോന്നായി നടപ്പിലാക്കാൻ ആർജവം കാണിച്ച ഗവൺമെൻറ്. സാർ, നമ്മുടെ സംസ്ഥാനം നിലവിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു നാടാണ്. അനന്യമായ ധാതുസമ്പത്ത്, മത്സ്യസമ്പത്ത്, വനസമ്പത്ത്, മിതത്വമായ കാലാവസ്ഥ, മനോഹരമായ തീരപ്രദേശം തുടങ്ങിയവ കൊണ്ട് സമ്പന്നമായ കേരളത്തിൽ അനാവശ്യ തടസ്സപ്പെടുത്തലുകളും സമരങ്ങളും ഒഴിവാക്കി ലോകത്തിൻ്റെ മുന്നിലേക്ക് എങ്ങനെ എത്താമെന്ന് ആണ് നാം ചിന്തിക്കേണ്ടത് സാർ. ഇവിടെ നമ്മളെ പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന നാടും കൂടിയാണ് സാർ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു സമിതി, ഓരോ സെക്കൻഡിന് പോലും വില കൽപ്പിക്കുന്ന ഒരു നാടാണ് സാർ. ഈ ഒരു നാട്ടിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കി മനുഷ്യജീവിതത്തെ സംഭവിക്കുന്ന ഹർത്താലുകളും ബന്ധുകളും ഒഴിവാക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ വിവേകം കാണിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ലോകത്തിൻ്റെ വികസിത രാജ്യങ്ങളുടെ മാതൃകയിലേക്ക് എത്തിക്കാൻ ഒരു മികച്ച ഭരണാധികാരികൾ കഴിയും സാർ. നമ്മുടെ കേരളം വലിയ നിലയിൽ മാറുകയാണ്. മഹാകവി പാല നാരായണൻ സാർ സൂചിപ്പിച്ച പോലെ കേരളം വളരുന്നു പശ്ചിമ ഘട്ടങ്ങൾ കടന്നും കയറിയും നന്യമാം ദേശങ്ങളിൽ. സാർ, നമ്മുടെ കേരളം വളരുകയാണ്. ഈ കേരളത്തിൻ്റെ വളർച്ച വിരൽത്തുമ്പിലൂടെ ഈ കേരളത്തിൽ ജീവിക്കുന്ന യുവാക്കൾ, വിദ്യാർത്ഥികൾ അവർ വിരൽത്തുമ്പിലൂടെ ലോകത്തെ മനസ്സിലാക്കാൻ, വികസിത രാജ്യങ്ങളുടെ മുന്നേറ്റത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. നമ്മുടെ ഈ യുവത, ഈ നാട് കൂടുതൽ സ്മാർട്ടാകാൻ അവർ ആഗ്രഹിക്കുന്നു. ഇവിടെ മനോഭാവത്തെ മനസ്സിലാക്കാൻ സകല ജനതകൾക്കും കഴിയേണ്ടതാണ്. ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റം കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു സാർ. എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും സംതൃപ്തിയും കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളും നിരത്തുകളും ഭരണസിരാ കേന്ദ്രങ്ങളുമൊക്കെ സജീവമായിരിക്കുന്നു. മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനും നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടുകയാണ് സാർ. ഇത് കടക്ക് പുറത്തുന്ന ധാർഷ്ട്യം കലർന്ന ഭരണ മനോഭാവത്തിൽ നിന്നും കേറിവാ മക്കളെ എന്ന നയസംവിധാനത്തിലേക്കുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു നയമാറ്റത്തിൻ്റെ കൂടിയാണ് സാർ. നമ്മുടെ കേരളത്തിൻ്റെ മനുഷ്യ സമ്പത്തിനെ തകർക്കുകയും പിടിച്ചുവലിക്കുകയും ചെയ്ത മയക്കുമരുന്നിനെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തുഫാൻ കേരളത്തിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സാർ. എന്നെ 4ാം തവണയും ഈ സഭയിലേക്ക് എത്തിച്ച ഇരിങ്ങാലക്കുട വരദാനങ്ങളുടെ നാടാണ് സാർ.
മതസൗഹാർദ്ദത്തിനും രാഷ്ട്രീയ സാഹോദര്യത്തിനും പേരുകേട്ട നാടാണ് സാർ ഇരിങ്ങാലക്കുട. ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവായ സംഗമഗ്രാമാധവനും ഉണ്ണായി വാര്യരും വിശുദ്ധ എവിപ്രാസ്യാമ്മയും വിശുദ്ധ മദർ മറിയം തെരേസ്യായും അമ്മന്നൂർ മാധവച്ചാക്കിയാരും ഇന്നസെൻറ്റും ജയചന്ദ്രനും ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് സാർ ഇരിങ്ങാലക്കുട. സാർ, ആത്മീയ വിശുദ്ധിക്കായി എൻ്റെ നാട് നാലമ്പല ദർശനത്തിനായി ഒരുങ്ങുകയാണ്. കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണ് സാർ നാലമ്പല യാത്ര. ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ഭഗവാന്മാരെ ഒരേ ദിവസം ദർശിക്കാൻ പതിനായിരങ്ങളാണ് സാർ ഓരോ വർഷവും കർക്കിടക മാസത്തിൽ എത്തിച്ചേരുന്നത്. സാർ, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, പായ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവ ഉൾപ്പെടുത്തി നാലമ്പല തീർത്ഥാടന പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിനെ ഒരിക്കൽ കൂടി സർവാത്മന പിന്തുണയ്ക്കും സാർ.